നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിരഞ്ജനെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രം മേടപ്പൂമുടി മഹോത്സവം കൊടിയേറി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം വനിതാ വിങ് സംയുക്ത കൺവെൻഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിരഞ്ജനെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അന്തിക്കാട് CBSE 10ാം ക്ലാസ്സിൽ 500-ൽ 498 മാർക്ക് നേടി ഉന്നത വിജയം നേടിയ നിരഞ്ജനെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ AV അധ്യക്ഷത വഹിച്ചു. മുട്ടിനു താഴെ കൈയില്ലാതെ ജനിച്ച നിരഞ്ജൻ കലാപ്രതിഭ, പഞ്ചവാദ്യം, തായമ്പക, തിമില കലാകാരൻ, മികച്ച നാടകനടൻ, ചെസ് എന്നീ മേഖലയിൽ തന്റെ പരിമിതിയെ മറികടന്ന് കഴിവ് തെളിയിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ VB ലിബീഷ്, അശ്വിൻ ആലപ്പുഴ, അക്ബർ പട്ടാട്ട്, ഷാനവാസ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സിദ്ധാർത്ഥൻ കളത്തിൽ, ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചാന്ത സോളമൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആയ റഹ്മത്ത് ഷമീർ, സിമി ജോജു, ശാലിനി സന്ദീപ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കിരൺ തോമസ്, സുധാകരൻ രവി, ജോഷി മുറ്റിച്ചൂർ, സലീൽ സോളമൻ, രാഹുൽ അന്തിക്കാട്, കോൺഗ്രസ് നേതാക്കളായ യോഗനാഥൻ കരിപ്പാറ, ശ്രീജി പുന്നപ്പള്ളി, ഷാജൻ ഇയാനി, രാജീവ് തേക്കിട്ട എന്നിവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട നിരഞ്ജന്റെ മാതാപിതാക്കളെ, ഇങ്ങനെ ഒരു നല്ല ചടങ്ങ് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെയും പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുള്ള ഒരു നല്ല ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഉന്നതമായ വിജയം നേടി CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 498 മാർക്ക്, 2 മാർക്കിന്റെ കുറവ് മാത്രം, വലിയ വിജയമാണ് പ്രിയപ്പെട്ട നിരഞ്ജൻ നേടിയത്. നമുക്കെല്ലാവർക്കും അറിയാം, പുതിയ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഏറെ വലുത്. ഒരാൾ മികച്ച വ്യക്തിയാകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോഴാണ്. അങ്ങനെയുള്ള നല്ല വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്, നല്ല രാജ്യമായി നമ്മുടെ രാജ്യം. ഉന്നതമായ വിദ്യാഭ്യാസം നേടി ഏറ്റവും മികച്ച വ്യക്തിയായി, നാടിന് മാതൃകയായി നമ്മുടെ പ്രിയപ്പെട്ട നിരഞ്ജൻ. അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രം മേടപ്പൂമുടി മഹോത്സവം കൊടിയേറി. തന്ത്രിവര്യൻ PV സന്തോഷ് തന്ത്രികൾ തൃക്കൊടിയേറ്റി. ക്ഷേത്രം മേൽശാന്തി PR ലിജേഷ്, റിജേഷ് ശാന്തി, സുനിശാന്തി, സലേഷ് ശാന്തി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് KC ദിലീപ് കുമാർ, സെക്രട്ടറി KB ഉണ്ണികൃഷ്ണൻ, ഖജാൻജി PS സജേഷ്, രക്ഷാധികാരി PK വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. സോപാന സംഗീതം അവതരിപ്പിച്ചു. കലശാഭിഷേകത്തിന് ശേഷം ആദ്യ കലവറ നിറക്കൽ കോഴിപ്പറമ്പിൽ അച്യുതൻ മകൻ ആരാധ് നിർവഹിച്ചു. ഏപ്രിൽ 19 മുതൽ ഏപ്രിൽ 24 വരെ നടക്കുന്ന ഉത്സവ ദിവസങ്ങളിൽ പ്രസാദ സദ്യ ഉണ്ടാകും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിങ് വനിതാ വിങ് സംയുക്ത കൺവെൻഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി
NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എസ്.എൻ. പുരം പോള ഹാളിൽ നടന്ന കൺവെൻഷനിൽ മണ്ഡലം കൺവീനർ MR സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. എസ്.എൻ. പുരം ഇടം ഹോട്ടൽ ഉടമ സജീഷിനെ വേദിയിൽ NR വിനോദ് കുമാറും ജോയ് മൂത്തേടനും ചേർന്ന് ഷാളനയിച്ച് ആദരിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, ട്രഷറർ സുബൈർ വാഴാലിപ്പടം, വൈസ് പ്രസിഡന്റുമാരായ വിനോദ് കക്ര, താജുദ്ദീൻ കാവുങ്ങൽ, CC അനിത, വനിതാ വിംഗ് ചെയർപേഴ്സൺ KB ബീന, ദിലീപൻ, മനോജ്, സ്മിത ദിലീപ് എന്നിവർ സംസാരിച്ചു. യൂത്ത് വിംഗ് മണ്ഡലം ചെയർമാൻ പ്രിയൻ സ്വാഗതവും കൺവീനർ KS കണ്ണൻ നന്ദിയും പറഞ്ഞു. ഈ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം നടന്നു. എന്തായിരുന്നു? ബില്ല് എന്ത് ബില്ല്? സംഭവം അവരറിഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനെ ജോയ് മൂത്തനൊക്കെ എന്ത് ചെയ്യുന്നത്? ജോയ് മൂത്തനും ധാരണപ്പെട്ട അദ്ദേഹത്തിനുള്ള ആളല്ല. അവൻ നല്ല സുന്ദരിയാണല്ലോ, നല്ല സ്വഭാവമാണല്ലോ. പക്ഷെ വേണ്ടപ്പെട്ട സമയത്ത് അവൻ നീങ്ങുന്നുണ്ട്. അവരവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ വന്നിരുന്നപ്പോ ഞാനാണ് പാർലമെന്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പെരിഞ്ഞനം മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കാഴ്ച ശിവേലിയിൽ മച്ചാട് ശ്രീ അയ്യപ്പൻ ഭഗവതിയുടെ തിടമ്പേറ്റി. എഴുന്നള്ളിപ്പിന് ശേഷം ദീപാരാധന, തായമ്പക, വിളക്കെന്നുളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി കിഴക്കേ ചെറുമുക്കുമന ബ്രഹ്മശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി രാജശേഖരൻ എംബ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രാഭരണ സമിതി പ്രസിഡന്റ് C സുരേഷ് കുമാർ, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ചക്കാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. പുതുക്കാട് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പ്രധാന ക്ഷേത്രത്തിന് പുറത്തുള്ള ദേവീ ക്ഷേത്രത്തിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന കൗരവിളക്കും തൂക്കുവിളക്കുകളും നഷ്ടപ്പെട്ടു. പ്രധാന ക്ഷേത്രത്തിന്റെ താഴ് തകർക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 20,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. സർക്കാർ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന വ്യക്തികളോട് സർക്കാർ ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത. ചാവക്കാട് KSEB സെക്ഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയിലാണ് കമ്മീഷന്റെ നിരീക്ഷണം. മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് സെക്ഷനിൽ ചെന്നയാളോട് അസിസ്റ്റന്റ് എഞ്ചിനീയർ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തിയെന്നാണ് ആക്ഷേപം. പരാതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയിട്ടുണ്ടെങ്കിൽ നിർഭാഗ്യകരമാണെന്നും ഉത്തരവിൽ പറഞ്ഞു. ഓഫീസിലെ ജീവനക്കാർ സത്യസന്ധമായും മര്യാദയോടും കൂടി പെരുമാറണം. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ചാവക്കാട് സ്വദേശി താജുദ്ദീൻ സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. തൃശൂർ പൂരത്തിലെ ഘടകപൂരങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ടൂറിസം വകുപ്പിന്റെയും ധനസഹായം വിതരണം ചെയ്തു. നീരാഞ്ജലി ഹാളിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഘടകക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായം കൈമാറി. ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, നെയ്തലക്കാവ്, അയ്യന്തോൾ, ചൂരാട്ടുകര, ചെമ്പൂക്കാവ്, ലാലൂർ, പൂക്കാട്ടിക്കര, കാരമുക്ക്, കണിമംഗലം എന്നീ ഘടകക്ഷേത്രങ്ങളിലെ പൂരാഘോഷ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഗുരുവായൂർ എടപ്പള്ളി ചന്ദനക്കുടം നേർച്ച ആഘോഷിച്ചു. ജാതിമതഭേദമന്യേ നൂറുകണക്കിന് വിശ്വാസികളാണ് എടപ്പള്ളി മകാമിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തത്.
നേർച്ചയുടെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ മക്കാം പരിസരത്ത് എത്തിച്ചേർന്നു. പാലയൂർ മോസ്കോ നഗറിൽ നിന്ന് താബൂത്ത് കാഴ്ചയും ഗമയ നഗറിൽ നിന്ന് കൊടിയേറ്റ കാഴ്ചയും ജാറം അങ്കണത്തിലെത്തി. ബാൻഡ് സെറ്റ്, കോൽക്കളി, ദഫ്മുട്ട്, തമ്പൂർ എന്നിവ കാഴ്ചകൾക്ക് കൊഴുപ്പേകി. ചക്കരക്കഞ്ഞി വിതരണത്തിലും നേർച്ച ഭക്ഷണ വിതരണത്തിലും ആയിരങ്ങൾ പങ്കാളികളായി. കൊടുങ്ങല്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ KSRTC ബസിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ബസിനെ പിന്തുടർന്നെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മുൻവശത്തെ ഗ്ലാസ് കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുറ്റിച്ചൂർ സ്വദേശിയെ കാപ്പ ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചൂർ കാഞ്ഞിരത്തെങ്കിൽ വീട്ടിൽ ഹിരത്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ ജയിലിലെത്തിച്ച് ഉത്തരവ് നടപ്പിലാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹിരത്ത്, അന്തിക്കാട്, വാടാനപ്പള്ളി, വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 5 വധശ്രമ കേസിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും 2 അടിപിടി കേസിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 4 കേസുകളിലും കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കേസിലുമടക്കം 13 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ VM കേഴ്സൺ, SI M അഫ്സൽ, GSCPO CV കൃജേഷ്, CPO അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി സഹോദരങ്ങൾ മാതൃകയായി. അരിമ്പൂർ തെക്കേക്കര ലോട്ടസിന്റെയും ജൻസിയുടെയും മക്കളായ 14 വയസ്സുള്ള ജോസ്, 10 വയസ്സുള്ള ആന്റണി എന്നിവർക്കാണ് സ്വർണ്ണമാല നാലാങ്കല്ല് പെട്രോൾ പമ്പിന് സമീപത്തെ റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത്. തുടർന്ന് മാല അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. നാലാങ്കല്ല് കൃഷിഭവനു സമീപം താമസിക്കുന്ന ചേറൂക്കാരൻ സജീഷ് ജോർജിന്റെ മകൻ 4 വയസ്സുകാരൻ ബെനിഡിക്റ്റിന്റെ മാലയാണ് കളഞ്ഞുപോയത്. ബെനിഡിക്റ്റും അപ്പാപ്പനും കൂടി കടയിൽ പോയി മടങ്ങുന്നതിനിടെയാണ് മാല നഷ്ടപ്പെടുന്നത്. ASI വിജയൻ, വാർഡ് മെമ്പർ CP പോൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അന്തിക്കാട് സ്റ്റേഷനിൽ വെച്ച് സ്വർണ്ണമാല ഉടമയ്ക്ക് കൈമാറി. 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ചു. സഹോദരൻ ഗുരുതരാവസ്ഥയിൽ. കോടാലി കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ ആൽജോ ആണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റെന്നായിരുന്നു മാതാപിതാക്കൾ കരുതിയിരുന്നത്. പുലർച്ചെയോടെ മകൻ അബോധാവസ്ഥയിലാവുകയായിരുന്നു എന്ന് മാതാവ് പറഞ്ഞു. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ദേഹത്ത് പാമ്പുകടിയേറ്റ അടയാളം കണ്ടെത്തി. കുട്ടികൾ കിടന്നിരുന്ന തലയിനുടെ അടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെടുന്ന പാമ്പിനെയാണ് കണ്ടെത്തിയത്. പാമ്പിനെ തല്ലിക്കൊന്നു. സഹോദരൻ 10 വയസ്സുള്ള അനൂഷ് എന്ന കുട്ടിയും ഗുരുതരാവസ്ഥയിലാണ്. കുട്ടി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകും. പുലിയുടെ ആക്രമണം. മലക്കപ്പാറയിൽ വയോധിക കൊല്ലപ്പെട്ടു. 70 വയസ്സുള്ള എന്നാസിയമാളാണ് കൊല്ലപ്പെട്ടത്. ഷോളയാർ ഡാമിന് സമീപമുള്ള വീടിന് സമീപത്ത് രാവിലെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സംഭവ പ്രദേശത്ത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തി പരിശോധന തുടരുന്നു. വന്യജീവി ആക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പൂജിച്ച കൊടിക്കൂറ ദേശക്കാർ ചേർന്ന് കൊടിമരത്തിൽ ഉയർത്തും. ഇതിനായുള്ള കവുങ്ങ് ഞായറാഴ്ച രാവിലെ 9-ന് പാട്ടുരാക്കലിൽ നിന്ന് ക്ഷേത്രത്തിലെത്തിച്ചു. തുടർന്ന് കൊടിമരം ചെത്തിമിനുക്കി. കൊടിയേറ്റത്തിന് ശേഷം വൈകിട്ട് 3-ന് പൂരം പുറപ്പാട് നടക്കും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റുന്ന എഴുന്നള്ളിപ്പ് നായക്കനാലിലെത്തിയ ശേഷം അവിടെയും നടുവില്ലാലിലും പൂരപതാകകൾ ഉയർത്തും. ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം അറിയിക്കുന്ന നീല, മഞ്ഞ കൊടികളാണ് ഇവിടെ ഉയർത്തുക. തുടർന്ന് വടക്കുംനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് മേളം കലാശിച്ച ശേഷം നടുവിൽ മഠത്തിൽ ആറാട്ടും നടക്കും. പാറമേക്കാവ് ക്ഷേത്രത്തിൽ രാവിലെ 11:30-നാണ് കൊടിയേറ്റു. 11 മണിക്ക് നടക്കുന്ന വലിയ പാണിക്കു ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷിയാക്കിയാണ് ദേശക്കാർ കൊടിയുയർത്തുക. ചെമ്പിൽ കുട്ടനാശ്ശേരി നിർമ്മിക്കുന്ന കൊടിമരം ഇലകളും ദർഭപ്പുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ച ശേഷം സിംഹമുദ്രയുള്ള കൊടിക്കൂറയാണ് ഉയർത്തുക. ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തും. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റും. 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്ര പുഷ്കരണി തീർത്ഥകുളത്തിലാണ് ഭഗവതിയുടെ ആറാട്ട് നടക്കുക. പൂരത്തിൽ പങ്കാളികളാകുന്ന കടിമംഗലം ശാസ്താ ക്ഷേത്രം, ചെമ്പൂക്കാവ് കാർത്തിയായനി ക്ഷേത്രം,
പനമുക്കുംപുള്ളി ശാസ്താക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, ലാലൂർ കാർത്തിയായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം, കുറ്റൂർ നെയ്ത്തലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നീ 8 ഘടകക്ഷേത്രങ്ങളിലും 20-ന് രാവിലെയും വൈകിട്ടുമായി പൂരക്കൊടിയേറും. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ചേപ്പാലക്കാട് സ്വദേശി വലത്തൂരാൻ വീട്ടിൽ 55 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. രാവിലെയായിരുന്നു അപകടം. വടക്കാഞ്ചേരിയിലെ ആരാധനാലയത്തിലേക്ക് കുടുംബത്തോടൊപ്പം പോകുന്നതിനിടെ മങ്കര ലക്ഷം വീട് പരിസരത്ത് വെച്ച് പാതയോരത്തെ വൈദ്യുതി തൂണിലിടിച്ച് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബെന്നിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വാഹനത്തിൽ ഉണ്ടായിരുന്ന ബെന്നിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തനിച്ച് താമസിച്ചിരുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം ലക്ഷം വീടിനു സമീപം താമസിക്കുന്ന കൊള്ളൂർക്കാവിൽ 54 വയസ്സുള്ള പ്രകാശ് ബാബുവാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കേരള സംഗീത നാടക അക്കാദമി സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഏപ്രിൽ 19 മുതൽ. ഏപ്രിൽ 19-ന് രാവിലെ 9:30-ന് നാടക മത്സരം അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. നിർവാഹക സമിതി അംഗം ജോൺ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ കേന്ദ്ര കലാസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് VD പ്രമോദ് സംസാരിച്ചു. അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി സ്വാഗതവും നിർവാഹക സമിതി അംഗം സഹീർ അലി നന്ദിയും പറഞ്ഞു. ആറങ്ങോട്ടുകരയിൽ കിണറ്റിലകപ്പെട്ട ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്താനായി 30 അടി താഴ്ചയുള്ള കിണറ്റിലിറങ്ങിയ മധ്യവയസ്കനെ അഗ്നിശമന സേനയെത്തി രക്ഷപ്പെടുത്തി. ദേശമംഗലം പഞ്ചായത്ത് അംഗം മഞ്ജുളയുടെ ആട്ടിൻകുട്ടിയാണ് കിണറ്റിൽ അകപ്പെട്ടത്. ജോലിക്കെത്തിയ മുരളിയാണ് ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കിണറ്റിൽ അകപ്പെട്ടത്. ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസർ AK ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുരളിയെ കരക്ക് കയറ്റിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരഞ്ജനെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രം മേടപ്പൂമുടി മഹോത്സവം കൊടിയേറി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം വനിതാ വിംഗ് സംയുക്ത കൺവെൻഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.